ഇപ്പൊ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പാകിസ്ഥാനിലെ വിഷയം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, അതായത് ഇപ്പോഴത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന പാകിസ്ഥാനിൽ നടക്കുന്ന കല അല്ലെങ്കിൽ ആഭ്യന്തര കലാപത്തിനകത്ത് ഇന്ത്യയാണെന്ന് ഇപ്പൊ UN പോലും പാകിസ്ഥാൻ പോയി പരാതി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കലാപമൊക്കെ നിയന്ത്രിച്ചത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി അവർ ഉപയോഗിച്ച രാജ്യം ഇറാനാണ്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനാണ്. അതിന് ഡിജിറ്റൽ തെളിവുകളുണ്ട്, ഇന്ത്യൻ ഏജന്റുമാർ സംസാരിക്കുന്നതിന് തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് UN സംസാരിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്തു. കാരണം അവർ സൃഷ്ടിച്ച ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ അതിനകത്തുള്ള പ്രവർത്തനമാണ് ഇതിനെല്ലാം കാരണം. ഇതിനകത്ത് ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് പഴയതുപോലെ ഇന്ത്യ ആക്ഷേപിക്കുന്നതിന് വേണ്ടി പറയുന്നതാണെന്ന് പ്രതിക്കുന്നുണ്ട്. അപ്പം കാർഗിൽ യുദ്ധത്തിനകത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ട ജവാന്മാരുടെ കണക്ക് ചോദിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് ആ പാകിസ്ഥാൻ പട്ടാളത്തോട് കണക്ക് ചോദിക്കുന്നതിന് പാകിസ്ഥാനെ ഇന്ത്യ ഡയറക്റ്റ് യുദ്ധം ചെയ്യുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് യുദ്ധം ചെയ്ത് പാകിസ്ഥാൻ പട്ടാളക്കാരെ കൂട്ടമായിട്ട് തീർക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നുള്ള രീതിയിലുള്ള വർത്തമാനമുണ്ട്. കാരണം അന്ന് 540 ജവാന്മാർ നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ധീര രക്തസാക്ഷികളായിട്ടുള്ള 544 ജവാന്മാരുണ്ട്. ഹരിയാനയിൽ നിന്നാണ് അന്ന് പട്ടാളക്കാർ ഏറ്റവും കൂടുതൽ മരിച്ചത്. അതുപോലെ തന്നെ 1700 പുറത്ത് 2000-നകത്ത് ഈ പറയുന്ന ആ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തവർ ഇന്നും കയ്യും കാലും ഇല്ലാതെ അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട്. അപ്പം അതിന് ഒരു തിരിച്ചടി, അതിനുശേഷം വീണ്ടും മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഈ യുദ്ധം നമ്മൾ ജയിച്ചെങ്കിലും വീണ്ടും പല രീതിയിലുള്ള ആക്രമണം, പാർലമെന്റ് ആക്രമണവും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ തലസ്ഥാനത്ത് പലയിടത്തും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അതുപോലെ കാശ്മീരിൽ നമുക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. അവിടുത്തെ വിഘടനവാദികളുമായിട്ട് പ്രധാനമന്ത്രി ചർച്ച ചെയ്ത് അവർക്കിടക്ക് തലകുനിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യയെ നമ്മൾ കാണാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി 2014 ശേഷം പാകിസ്ഥാൻ ഏറ്റവും വലിയ ഒരു ലോകത്തിലേക്ക് ഈ പറയുന്ന ടെററിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന രാജ്യമായിട്ട് ലോകം എല്ലാം അംഗീകരിച്ചിരിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് നമ്മളുടെ ഇന്ത്യക്കകത്ത് വിധ്വംസക പ്രവർത്തനം നടത്തിയ ആൾക്കാരുണ്ടെന്നും അതിനകത്ത് ഒരു 154ഓളം പേര് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്കകത്ത് വിധ്വംസക പ്രവർത്തനം നടത്തിയവരാണെന്ന് പറഞ്ഞ് അവരുടെ ലിസ്റ്റ് ഉൾപ്പെടെ തെളിവ് ഉൾപ്പെടെ പാകിസ്ഥാന് കൊടുത്തപ്പോൾ ഇവരൊന്നും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഇവർ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നമ്മളെ കളിയാക്കുന്ന രീതിയിലൊക്കെ പോയപ്പോഴാണ് ഇപ്പം പാകിസ്ഥാൻ ആക്ഷേപിക്കുന്നത് പോലെ അജ്ഞാത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ടെററിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ക്രിമിനൽസിന്റെ ലിസ്റ്റിനകത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ അജ്ഞാതിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് നമ്മളാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള തെളിവുകൾ തരാനൊന്നും പാകിസ്ഥാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് വിമാനം റാഞ്ചി കൊണ്ടുപോയവരും അല്ലെങ്കിൽ ഡൽഹി ഉൾപ്പെടെ സ്ഫോടനം നടത്തിയിട്ടുള്ളവരും പാർലമെന്റ് ആക്രമണം നടത്തിയിട്ടുള്ളവരും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇവർക്കൊക്കെ വളരെ വലിയ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ വലിയ VIP-കളുടെ പ്രൊട്ടക്ഷൻ ആണ് ഇന്ത്യക്കകത്ത് കയറി ആക്രമണം നടത്തുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അവിടെ താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവരെ സംരക്ഷിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. ഇപ്പോഴും ദാവൂദ് ഇബ്രാഹിം അവരുടെ കസ്റ്റഡിയിൽ അവരുടെ സൈനിക കേന്ദ്രത്തിലൊക്കെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്, അല്ലെ? അങ്ങനെ തന്നെയാണ് അതിന്റെ സത്യവും. അപ്പം ആ രീതിയിലേക്ക് നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞതുപോലെ അവിടെ അജ്ഞാതന്മാരായി നമ്മുടെ ഇന്ത്യക്കെതിരെ പണി ചെയ്തവരെ, ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ അത്ര നേതാക്കന്മാരെ കൊന്നുകളയുന്ന ഒരു അവസ്ഥ പാകിസ്ഥാനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ത്തോട് വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ. പക്ഷെ ഇതിനൊന്നും അവർക്ക് തെളിവ് കൊടുക്കാൻ സാധിക്കും. പിടിച്ചു വരുമ്പോൾ ഒന്നുകിൽ ബലൂചിസ്ഥാനികളായിരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആള് തന്നെയായിരിക്കും. അതിനകത്ത് ഇന്ത്യക്കാരനാണെന്ന് കാണിക്കുന്നതിന് യാതൊരു തെളിവുകളും ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ ഈ അവസരത്തിലാണ് അന്ന് 540 പേരെ കാർഗിൽ മലനിരയിൽ കടന്നു കയറി ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും പട്ടാളക്കാരും ഒരുപോലെ വളരെ കൂടുതൽ സമയം ക്യാമ്പ് ചെയ്ത് അവിടെ ഇന്ത്യ തകർക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഇന്ത്യയിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയും, ഒരുപക്ഷെ ഇന്ത്യയെ മൊത്തത്തിൽ തോൽപ്പിക്കാൻ സാധിക്കത്തെങ്കിൽ കാശ്മീരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള രീതിയിലേക്കുള്ള പട്ടാള വിന്യാസം മാസങ്ങളെടുത്ത് നടത്തിയപ്പം നമ്മളുടെ ഗ്രാമവാസികൾ അല്ലെങ്കിൽ അവിടുത്തെ മലനിരകളിൽ താമസിക്കുന്ന ഗ്രാമവാസികൾ ഇത്തരത്തിൽ പട്ടാളക്കാർ അവിടെ ഉണ്ടെന്നും അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർ വലിയ വിന്യാസത്തിലാണെന്നും ടെന്റ് അടിച്ച് വളരെ വലിയ കൂടാരങ്ങളൊക്കെ സൃഷ്ടിച്ച് വലിയ വലിയ ക്യാമ്പുകളിലാണെന്നും ഉള്ള രീതിയിൽ കൊടുക്കുകയും നമ്മുടെ രാജ്യത്തെ കടന്നു കയറിയ പട്ടാളക്കാരെയും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. അത് വലിയൊരു യുദ്ധമായിരുന്നു. കാരണം അവർ വളരെ കാലേ കൂട്ടി പ്ലാൻ ചെയ്ത് വളരെ സംവിധാനത്തോടു കൂടി വളരെ ദീർഘമായിട്ട് അവിടെ ക്യാമ്പുകൾ ഉൾപ്പെടെ അവരുടെ സേനാ വിന്യാസം നടത്തിയിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ആക്രമിക്കേണ്ടി വരുന്നത്. മാത്രമല്ല അവരെല്ലാ പഴുതുകളും അടച്ച് നമ്മളെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണ്. മലയുടെ മുകളിൽ നിന്ന്
വളരെ കൃത്യമായിട്ട് താഴെ നിൽക്കുന്നവരെ നോക്കി ഈസി ആയിട്ട് ആക്രമിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ചരിഞ്ഞ മലനിരകളിൽ കൂടി വിമാനം പറത്തി ബോംബിംഗ് നടത്തി വളരെ കൂടുതൽ ആൾക്കാരെ നഷ്ടപ്പെട്ട് ആണെങ്കിൽ പോലും നമ്മൾ ആ യുദ്ധം ജയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അന്ന് ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള രാജ്യം. ആ യുദ്ധത്തിനകത്ത് ഈ ചരിഞ്ഞ മലനിരകളിൽ വിമാനം പറത്തി ബോംബിംഗ് നടത്തുന്നതിനും പട്ടാളക്കാരെ പാകിസ്ഥാൻ പട്ടാളക്കാരെ കീഴ്പ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ആ യുദ്ധം ജയിക്കുന്നതിനും ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മൾക്ക് ചെയ്തു തന്ന ഒരു സഹായം, അല്ലെങ്കിൽ ആ രാജ്യം അന്ന് അവിടെ നിന്ന് അവരുടെ ടെക്നീഷ്യന്മാരെ അല്ലെങ്കിൽ ഒരുപക്ഷെ പട്ടാളക്കാരെ പോലും നേരിട്ട് ഇവിടെ എത്തിച്ച് നമ്മളുടെ പട്ടാളക്കാർക്ക് ആ ബോംബിംഗ് ഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനം അല്ലെങ്കിൽ വിമാനം പറത്തുന്നതിനുള്ള ഒരു സംവിധാനം പല ഘട്ടങ്ങളിലും അവരുടെ പട്ടാളക്കാർ വിമാനം പറത്തി എന്ന് പോലുമുള്ള വാർത്ത വരുന്നുണ്ട്. അത് നമ്മുടെ ആഭ്യന്തര വിഷയമായതുകൊണ്ട് അത് നമ്മൾ വ്യക്തത വരുത്തിയിട്ടില്ല. ആ രീതിയിലേക്ക് അന്ന് യുദ്ധം ചെയ്ത് വളരെ പ്രയാസപ്പെട്ട ആ ഒരു അവസ്ഥ, അന്ന് നമ്മളെ സഹായിച്ചത് ഈ പറയുന്ന ഇസ്രായേൽ ആണെങ്കിൽ ആ യുദ്ധം ജയിക്കുന്നതിന് ഇന്ന് പകരം ചോദിക്കുന്നതിന് വേണ്ടി BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ പാകിസ്ഥാന്റെ ഒരു 44% വരുന്ന പ്രദേശം അവരുടെ ഭാഗമാണെന്നും അവർക്ക് ആ പ്രദേശം സ്വതന്ത്രമാക്കണമെന്നുള്ള രീതിയിൽ ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് ബലൂചിസ്ഥാൻ വാദികൾ വിളിക്കുന്ന ആൾക്കാർ വളരെ കൂടുതൽ ആൾക്കാരെ ട്രെയിൻ തട്ടിയെടുത്തിന്റെ കെയർ ഓഫിൽ കൊല്ലുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനകത്ത് പാകിസ്ഥാൻ എത്ര പറയുമ്പോഴും 241 പട്ടാളക്കാരെ കൊന്നതിന് തെളിവുമായിട്ട് ഈ പറയുന്ന ബലൂചിസ്ഥാൻ ആർമിയുടെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് വ്യക്തത വരുത്തി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം താലിബാൻ സൈന്യം അല്ലെങ്കിൽ തെഹ്രീകെ താലിബാൻ പല ക്യാമ്പുകളും പട്ടാളത്തിന്റെ പല ക്യാമ്പുകളും ആക്രമിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അല്ലെങ്കിൽ അത്തരത്തിൽ പട്ടാള ക്യാമ്പുകൾ ആക്രമിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ആയിരക്കണക്കിന് പട്ടാളം, അതായത് ഈ 2 ദിവസങ്ങളിലായിട്ട് അവിടുന്ന് പാകിസ്ഥാൻ പുറത്തുവിടുന്ന വാർത്തയ്ക്കപ്പുറം ദേശീയ മാധ്യമങ്ങൾ കളക്ട് ചെയ്യുന്ന വാർത്ത അത് ശരിയാണെങ്കിൽ ആയിരക്കണക്കിന് പട്ടാളക്കാരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പട്ടാളക്കാരാണ് ഇല്ലായ്മ ആയിട്ടുള്ളത്. ഇപ്പോൾ ലോകത്ത് പറയുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം പറയുന്നു, അന്ന് കാർഗിലിൽ നമ്മളുടെ ജവാന്മാരോട് ചോദിച്ചതിന് ഇന്ന് അവരുടെ മണ്ണിൽ നിന്ന് അവരെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർ വളർത്തിയെടുത്ത ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ കൊണ്ട് തന്നെ തിരിച്ച് മറുപടി പറയിക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്ത്യ എത്തിച്ചേരുന്നു. അന്ന് ഇന്ത്യയിൽ അക്രമം നടത്തിയവരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ കയറി വിധ്വംസക പ്രവർത്തനം നടത്തിയവരെ ഇന്ത്യയിൽ ഡൽഹിയിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല പ്രാന്ത പ്രദേശങ്ങളിലും അല്ലെങ്കിൽ പാർലമെന്റിൽ ഉൾപ്പെടെ സ്ഫോടനം നടത്തിയിട്ട് പാകിസ്ഥാനിൽ പോയി ഒളിച്ചിരുന്നവരെ അവിടെ കയറി അജ്ഞാതന്റെ പേരിൽ കൊല്ലുന്നതും ഇന്ന് അവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പട്ടാളക്കാരെ നിഷ്ഠൂരം കൊല്ലുന്നതും പാകിസ്ഥാന്റെ പല മേഖലയിലും പലതായിട്ട് വീഴ്ച പോകുന്നതിന് വേണ്ടി ബലൂചിസ്ഥാനെ സഹായിക്കുന്നതും അല്ലെങ്കിൽ തെഹ്രീക്കെ താലിബാനെ പ്രൊമോട്ട് ചെയ്യുന്നതും അവരുടെ സൈനികബലം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഇന്ത്യയാണ് പുറകിൽ. ഈ പരാതിയുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയുന്ന അല്ലെങ്കിൽ ലോകം അടക്കം പറയുന്ന ഈ കാര്യങ്ങൾ, തെളിവില്ലാത്ത ഈ കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ അത് തന്നെയാണ് ശരി, അത്തരത്തിലാണ് ശരി എന്നുള്ള രീതിയിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉപദേഷ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ വിദേശകാര്യ മന്ത്രിയും ഒക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് പാകിസ്ഥാനെ വിഭജിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ കാർഗിലിന് പകരം ചോദിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഇപ്പം ഇന്ത്യ ഉപയോഗിക്കുന്ന നയതന്ത്രം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരെ തന്നെയാണ്, അല്ലെങ്കിൽ അവർ വളർത്തിയെടുത്ത ടെററിസ്റ്റ് ഗ്രൂപ്പിനെയാണ്. അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പിനെ അവിടെ വളർത്തിയെടുത്തത് ഇപ്പം ആ ടെററിസ്റ്റ് ഗ്രൂപ്പ് പാകിസ്ഥാനെ വിഭജിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ വിഭജിച്ച് അല്ലെങ്കിൽ അവിടോട്ട് കടന്നു കയറാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ വിഭജനം അല്ലെങ്കിൽ അവിടുത്തെ വിഭജനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കലാപം ഈ പറയുന്ന ഒരു പകരം വീട്ടലിന്റെ കലാപമാണ്. അതാണ് ഇപ്പോൾ ലോകമടക്കം പറയുന്നത്. കാർഗിൽ നഷ്ടപ്പെട്ട സഹാക്കൾക്ക് പകരം ചോദിക്കുന്നു ഇന്ത്യ, അത് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് തന്നെ എന്ന് പറയേണ്ടി വരും.